അപ്പോൾ അങ്ങനെ നമ്മൾ വിരിയിക്കാൻ വെച്ച 2 ആമമുട്ടകളിൽ ഒരു മുട്ട പൊട്ടി ഒരു കുഞ്ഞാൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിവനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇനിയിപ്പോൾ അവൻ്റെ അവസ്ഥയൊക്കെ എന്തായെന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കിയപ്പോഴാണ് ആൾ തോടൊക്കെ പൊട്ടിച്ചതേ മണ്ണിനുള്ളിൽ പതുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അവൻ്റെ തോടൊക്കെ ഒന്ന് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് ഇനി നമുക്ക് ഇവനെ ഒരു ബൗളിലേക്ക് മാറ്റണം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊരു ബൗൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് ഇവന് കുറച്ച് ചോറൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവന് യാതൊരുവിധ കുഴപ്പമില്ല, അവൻ നല്ല ആരോഗ്യവാനാണ്. എന്തായാലും നന്നായിട്ട് അനങ്ങുന്നുണ്ട് കേട്ടോ. കൈയും കാലുമൊക്കെ അനക്കവും അവൻ്റെ തല പുറത്തേക്ക് നീട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവൻ്റെ അടുത്തൊരു കുഞ്ഞ് ചോറിട്ട് കൊടുത്തു കേട്ടോ. പക്ഷെ അവൻ അത് അവിടെ നിന്ന് കഴിച്ചില്ല. അതുകൊണ്ട് അവനെ വെള്ളത്തിലേക്ക് എടുത്തിട്ടിട്ട് അവൻ്റെ ബൗളിലാണ് ഇനി ചോറൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊക്കെ കുഞ്ഞ് പിള്ളേർ കൈയും കാലമൊക്കെ ഇട്ട് അനക്കുന്ന പോലെ കൈയും കാലമൊക്കെ ഇട്ട് അടിച്ച് കിടപ്പുണ്ട് വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ അവന് സുബ്രു എന്നൊക്കെ പേരിട്ട് ഇനി നമ്മളതിനെ നമ്മുടെ ഏതെങ്കിലും ഒരു തോട്ടിൽ ഇറക്കി വിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനത്തെ നമ്മൾ തോട്ടിലേക്ക് അവനെ ഇറക്കി വിടുന്നതിന് മുമ്പ് നമ്മൾ മുറ്റത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു മഴ പെയ്തിട്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ ഇറക്കി വിട്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അവനത് കിടന്ന് ഭയങ്കരമായിട്ട് ഓടുവാണ്. ഇത്രയും ദിവസം കുഞ്ഞു ബൗളിലല്ലേ കിടന്നത്, അതുകൊണ്ട് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിട്ട് ആൾ ഓടുവാണ്. ഇനിയിപ്പോൾ നമുക്ക് അവനെ ഒരു തോട്ടിലേക്ക് എടുത്തിടണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഇടാൻ മറക്കല്ലേ.